കർണാടക മോഡലിൽ കേരളത്തിലും ഹിജാബ് വിവാദം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചവരുടെ അജണ്ട പൊളിഞ്ഞതിന് പിന്നാലെ എരുതിയിൽ എണ്ണയൊഴിക്കുന്ന സമീപനവുമായി സർക്കാർ. സ്കൂൾ നിയമവും കോടതി വിധിയും അനുസരിക്കാമെന്ന രക്ഷിതാവിന്റെ ഉറപ്പോടെ വിവാദം കെട്ടടങ്ങിയതാണ്. പിന്നാലെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാമെന്ന പ്രഖ്യാപനവുമായി വിദ്യാഭ്യാസ മന്ത്രി രംഗത്തെത്തിയത് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ഹൈബി ഈഡൻ എംപിയുടെ മധ്യസ്ഥതയിൽ പ്രശ്നപരിഹാരം ഉണ്ടായതിന് പിന്നാലെയാണ് സ്കൂളിനെതിരെയും ഹൈക്കോടതി വിധിക്കെതിരെയും സർക്കാർ നിലപാടെടുക്കുന്നത്. മതതീവ്രവാദ ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങുന്നതിന് തുല്യമാണ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമീപനമെന്ന് കത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസ് മുന്നറിയിപ്പ് നൽകിയതോടെയായിരുന്നു ഹൈബി ഈഡനും സംഘവും സ്കൂളിൽ കുതിച്ചെത്തി പ്രശ്നപരിഹാരം നടത്തിയത്. കോടതി വിധികൾ ധിക്കരിച്ച് ഹിജാബിന്റെ പേരിൽ സ്കൂളിൽ കുഴപ്പമുണ്ടാക്കിയവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്ത്? മതതീവ്രവാദത്തിന്റെ ടെസ്റ്റ് ഡോസാണ് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ നടക്കുന്നതെന്ന സഭകളുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഗൂഢശക്തികളുടെ അജണ്ടയ്ക്ക് സർക്കാർ കുടപിടിക്കുന്നത് എന്തിന്?